കാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. കാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. യേശുവേ എൻ ചിന്തകളെ നിൻ ചിന്തകളാക്കണമേ. യേശുവേ എൻ ചിന്തകളെ നിൻ ചിന്തകളാക്കണമേ. യേശുവേ എൻ ഹൃദയത്തെ നിൻ ഹൃത്തടമാക്കണമേ. യേശുവേ എൻ ഹൃദയത്തെ നിൻ ഹൃത്തടമാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ശാന്തന ഹൃദയനമായ ഈശോയേ, വിശുദ്ധിയുടെ സ്നേഹിതനായ ഈശോയേ, ഞങ്ങളുടെ സ്നേഹിതനായവനേ, എന്റെ ആത്മമിത്രമായവനേ, എന്റെ ഹൃദയത്തിൻ്റെ അതിനാഥനായവനേ, രാജാക്കന്മാരുടെ രാജാവേ, അനുദിനമൾത്താരയിൽ കുർബാനയായി വരുന്നവനേ, എന്റെ ഹൃദയത്തിൽ അപ്പമായി ലയിച്ചു ചേരുന്നവനേ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ശോഭയിലെന്ന ഈ വചന ആരാധന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളെ വീണ്ടും കണ്ടുമുട്ടാൻ സാധിക്കുന്നതിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. നമ്മൾ ആഘോഷിക്കുകയാണ് ഈശോയുമായിട്ടുള്ള ബന്ധം. ആഘോഷിച്ച് ആ ബന്ധത്തിൽ വളരുകയാണ്. എങ്ങനെയാണ് നമ്മളൊരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ വളരുന്നത്? ആ വ്യക്തിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം, നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കുന്നു, ആ വ്യക്തിയെ കാണുന്നു, കേൾക്കുന്നു, സംസാരിക്കുന്നു, അയാളുടെ നന്മകൾ ഹൃദയത്തിൽ ധ്യാനിക്കുന്നു, അയാളുമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിയുമായി നമ്മൾ മനുഷ്യ ജീവിതത്തിൽ പരസ്പരം ബന്ധത്തിൽ വളരാറുണ്ട്. നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നില്ല, സംസാരിക്കുന്നില്ല, ഒരു തരത്തിലുമുള്ളൊരു കോണ്ടാക്റ്റ് ഇല്ലാതെ ആയാൽ പതുക്കെ ആ ബന്ധം കുറഞ്ഞില്ലാതെയായി തീരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്കതറിയാം.
ഇതുപോലെ തന്നെ ഈശോയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്, അത് ആഴപ്പെടേണ്ടത് തുടർച്ചയായിട്ടുള്ള ഈശോയുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ, ഈശോയുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയിലൂടെയാണ് നമ്മൾ ആ ബന്ധം വളർത്തിയെടുക്കുന്നത്. ഈശോയുടെ തിരുമുഖം കാണുന്നു, അവിടുത്തെ തിരുമൊഴി കേൾക്കുന്നു, അവിടുത്തെ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നു, അവിടുത്തെ തിരുമാറിൽ ചാഞ്ഞു കിടക്കുന്നു. ഓരോ ദിവ്യകാരുണ്യ ആരാധനയും ഒരവസരമാണ്. യോഹന്നാൻ ശ്ലീഹയ്ക്ക് അന്ത്യത്താഴ വേളയിൽ ഈശോയുടെ തിരുമാറിൽ ചാഞ്ഞു കിടക്കാൻ കിട്ടിയ അവസരം പോലെ നമുക്ക് ഓരോരുത്തർക്കും ഈശോ അവസരം തരികയാണ്. ഈശോ ഇപ്രകാരം വെളിപ്പെടുത്തി, ദിവ്യകാരുണ്യ ആരാധനയിൽ നമ്മൾ എത്രമാത്രം സമയം ചെലവഴിക്കുന്നുവോ അത്രമാത്രം നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിൽ കൂടുതൽ കാര്യക്ഷമതയുള്ളവരായി തീരും എന്ന് അച്ഛൻ ആവർത്തിച്ച് പറയാം. എത്രമാത്രം നമ്മൾ ആരാധനയിൽ സമയം ചെലവഴിക്കുന്നുവോ അത്ര അധികമായി നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ജോലികൾ ചെയ്യുന്നതിൽ കാര്യക്ഷമത, കാര്യപ്രാപ്തി ഉള്ളവരായി തീരും. ചില ആളുകൾക്ക് ഭയമാണ്, കൂടുതൽ നേരം പള്ളിയിലിരുന്നാൽ സ്വന്തം ജോലികൾ അത് അവഗണിക്കപ്പെടും, അത് ചെയ്യാൻ പറ്റാതെയാകും എന്നൊക്കെയുള്ള പേടിയാണ്. പക്ഷേ അവർ മറ്റു കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കാറുമുണ്ട്. പക്ഷെ പള്ളിയിലിരിക്കേണ്ട കാര്യം വരുമ്പോൾ, ആരാധനയുടെ കാര്യം വരുമ്പോൾ പിശാച് അവരുടെ മനസ്സിൽ ഒരു ചിന്ത കൊണ്ടുവരും, ഇങ്ങനെ വെറുതെ ഇരുന്നാൽ നിൻ്റെ ജോലികളൊന്നും നടക്കുകയില്ല, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയി നിൻ്റെ ജോലികൾ ചെയ്യണമെന്ന്. പ്രിയപ്പെട്ടവരെ, അപ്രകാരമുള്ള ചിന്തകൾക്കുള്ളൊരു മറുപടി കൂടെയാണ് ഈശോയുടെ ഈ വെളിപ്പെടുത്തൽ. അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഇൻസിനു ജസ്സു എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈശോ ആ വൈദികന് വെളിപ്പെടുത്തി കൊടുത്തതാണ് ഈ സത്യം. അത് ശരിയാണ്. നമ്മൾ ഈശോയുടെ കൂടെ എത്രമാത്രം അധികമായിട്ടിരിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ ജോലികളിൽ നമ്മൾ പ്രാപ്തിയുള്ളവരായി തീരുമെന്നത് അതൊരു അനുദിന ജീവിതത്തിൻ്റെ അനുഭവ സത്യമാണ്. നമ്മൾ ഈ തിരുമുഖ ഭക്തി ആഘോഷിക്കുന്നത് തിരുനാമം വിളിച്ചുകൊണ്ടാണ്. യേശുനാമം നിരന്തരം ആലപിച്ചുകൊണ്ടും ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടുമൊക്കെയാണ്. ഈശോയുടെ പരിശുദ്ധ നാമം എല്ലായ്പ്പോഴും വാഴ്ത്തപ്പെട്ടതാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രീം എന്ന് പറയുന്നത് ഈശോയുടെ പദ്ധതികളെ നമ്മുടെ പദ്ധതികളാക്കി മാറ്റണം എന്നതും ഈശോയുടെ ആഗ്രഹങ്ങളെ നമ്മുടെ ആഗ്രഹങ്ങളാക്കി മാറ്റണം എന്നുമാണ്. ഈശോയുടെ പദ്ധതികളെക്കുറിച്ചുള്ള ചിന്തകൾ അവസാനിപ്പിച്ച് നമ്മൾ ഈശോയുടെ ആഗ്രഹങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആരംഭിച്ചിരുന്നു. നമ്മൾ പറഞ്ഞു, ഈശോയുടെ ഒരു ആഗ്രഹമാണ് എല്ലാവരും തന്നെ അന്വേഷിക്കണം, എല്ലാവരും തന്നെ കണ്ടെത്തണം. മറ്റൊരാഗ്രഹമാണ് എല്ലാവരും രക്ഷ പ്രാപിക്കണം എന്ന ആഗ്രഹം. ഈശോയുടെ പദ്ധതികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളത് പറഞ്ഞതാണ്, എല്ലാവരും രക്ഷ പ്രാപിക്കാൻ ഈശോയ്ക്കൊരു പദ്ധതി ഉണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളത് ആവർത്തിച്ച് ഈശോയുടെ ആഗ്രഹങ്ങളിൽ കൂടെ അത് കാണുകയാണ്. തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ തിരുവചനം, 1 തിമോത്തി 2:4 നമ്മളിങ്ങനെ വായിക്കുന്നു, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണ് എല്ലാവരും രക്ഷ പ്രാപിക്കണം, എല്ലാവരും സത്യം അറിയണം. നമുക്ക് വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് ആ വചനം ഒന്ന് പറയാം. 1 തിമോത്തി 2:4 എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കുന്നതിനെക്കുറിച്ച് ശ്ലീഹ പറയുകയാണ്. സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം അത് യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ആ വചനം ഏറ്റു പറയാം. വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സുവിശേഷം ദൈവശക്തിയാണ്. വിശ്വസിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കുമെന്ന് വചനം ആവർത്തിച്ച് പറയുകയാണ്. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. തീത്തോസ് 2:11. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഏറ്റു പറയാം, എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിന്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കർത്താവ് തൻ്റെ കൃപയിൽ നിന്ന്, തൻ്റെ രക്ഷയിൽ നിന്ന് ആരെയും മാറ്റി നിർത്തുന്നില്ല. അത് സ്വജാതീയനെന്നോ വിജാതീയനെന്നോ അവിടുന്ന് കണക്കാക്കുന്നില്ല. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അച്ഛൻ കണ്ടിട്ടുണ്ട്, അച്ഛൻ്റെ ആശ്രമത്തിൽ, ആവില ധ്യാന കേന്ദ്രത്തിൽ എല്ലാ മതസ്ഥരുമായിട്ടുള്ളവർ വരികയും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അത്ഭുതകരമായ സൗഖ്യം പ്രാപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ മറ്റു മതത്തിൽപ്പെട്ട പലരും വന്ന് പ്രാർത്ഥിക്കുകയും ഈശോയെന്ന് വിളിക്കുകയും അത്ഭുതകരമായൊരു രോഗസൗഖ്യം സംഭവിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഏറ്റവും അടുത്തോർക്കുന്ന ഒരു സംഭവമാണ്. ഒരു അക്രൈസ്തവയായിട്ടുള്ളൊരു സഹോദരി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നതാണ്. സ്പൈനൽ കോഡിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നതാണ്. കുറച്ച് നാളുകളായിട്ട് കിടപ്പായിരുന്നു. പിന്നീട് ആയുർവേദ ചികിത്സയ്ക്കൊക്കെ പോയി എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റുന്നൊരു വിധത്തിലായപ്പോഴാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ സഹോദരിയെ താങ്ങി പിടിച്ച് കൊണ്ടുവന്നത്. അവരോട് അച്ഛൻ പറഞ്ഞു, ഇവിടെ ഒരു മരുന്നേ ഉള്ളൂ. ആ മരുന്നെന്ന് പറയുന്നത് ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ്. എല്ലാവർക്കും, ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ് സൗഖ്യത്തിലേക്കുള്ള വഴി. ഈ ഉമ്മ ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, പിടിച്ചു കൊണ്ടുവന്ന ഈ ഉമ്മയ്ക്ക് പിന്നെ ഒരു 10 കിലോയുടെ അരിച്ചാക്കെടുത്ത് നടക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ തന്നെ സുഖം പ്രാപിച്ച് മടങ്ങിപ്പോകാനായിട്ട് കർത്താവ് കൃപ കൊടുത്തു. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എല്ലാവരും രക്ഷ പ്രാപിക്കണം. രക്ഷയുടെ ഒരു ഭാഗമാണ് സൗഖ്യം എന്ന് പറയുന്നത്. അത് ശരീരത്തിൽ ഈശോ തൻ്റെ വചനമയച്ച് സുഖപ്പെടുത്തുകയും അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ തൻ്റെ വചനം സ്ഥിരീകരിക്കുകയും ചെയ്യാൻ ഈശോയിലൂടെ കൈവരുന്ന രക്ഷയുടെ ബാഹ്യമായ ഭൗതികമായ ഒരു അടയാളമാണ് രോഗസൗഖ്യം എന്ന് പറയുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ തിരുവചനം നമുക്ക് സുപരിചിതമാണ്. കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും എന്നുള്ള ആ വചനം നമുക്ക് വലതുകരമുയർത്തി ഏറ്റുപറയാം. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. യോഹന്നാൻ ശ്ലീഹയുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. 1 യോഹന്നാൻ 4:9 നമ്മളിങ്ങനെ വായിക്കുന്നു, തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ആഗ്രഹങ്ങൾ പറയുന്നതിൻ്റെ കൂടെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിൽ ചിന്തിക്കണം. പിശാചിൻ്റെ ആഗ്രഹമുണ്ട്. പിശാചിൻ്റെ ആഗ്രഹം എന്താണ്? ആരും രക്ഷ പ്രാപിക്കരുത് എന്നാണ് പിശാചിൻ്റെ ആഗ്രഹം. ആരും ഈശോയെക്കുറിച്ച് അറിയരുത്. ഇനി ഈശോയെക്കുറിച്ച് അറിഞ്ഞവർ ഈശോയുമായി ആഴത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കരുത് എന്നാണ് പിശാചിൻ്റെ ആഗ്രഹം. പിശാചിൻ്റെ 2 പദ്ധതികളെക്കുറിച്ച് പറയാറുണ്ട്. അതിലൊന്നാമത്തെ പദ്ധതി, ആരും ഈശോയെക്കുറിച്ച് അറിയരുത്. അതുകൊണ്ട് എല്ലാ വചന ശുശ്രൂഷകളെയും തടസ്സപ്പെടുത്തുന്നതിന് പിശാച് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രണ്ടാമത്തെ പദ്ധതി എന്ന് പറയുന്നത്, ഈശോയെ അറിഞ്ഞവർ ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ആഴത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കരുത്. അവർ ഈശോയുമായിട്ട് ഒരു മുതലാളി തൊഴിലാളി ബന്ധത്തിൽ നിന്നോളണം എന്നാണ് പിശാച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കൾ എന്നൊരു സ്ഥാനത്തിലേക്ക്, ഞാൻ ഈശോയുടെ സ്വന്തമാണ്, ഈശോ എൻ്റെ സ്വന്തമാണ്, എൻ്റെ ജീവൻ എൻ്റേതല്ല, അത് ഈശോയുടേതാണ്
എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഹൃദയ കൈമാറ്റത്തിൻ്റെ ഒരു തലത്തിലേക്ക് വിശ്വാസികൾ വളരരുത് എന്ന് ചിന്തിക്കുന്നവനാണ്, അതിന് പദ്ധതികൾ ഒരുക്കുന്നവനാണ് പിശാച്. പലപ്പോഴും വിശ്വാസികൾ വീണു പോകുന്നത് പിശാചിൻ്റെ ഈ രണ്ടാമത്തെ തന്ത്രത്തിലാണ്. ആ തന്ത്രം വിശ്വസിക്കുന്നവർ, വിശ്വാസികളായിട്ടുള്ളവർ ഈശോയുമായിട്ടുള്ള ആഴത്തിൽ ഉള്ളൊരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വളരരുത്, അതിനുള്ള പദ്ധതികൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആഗ്രഹിക്കാം ഈശോയുമായിട്ട് നമുക്ക് വ്യക്തിപരമായി ഈശോയെ അറിയാൻ പറ്റുന്ന ഒരു ബന്ധം. തങ്ങൾ വിശ്വാസികളാണെന്ന് നമ്മൾക്ക് തോന്നാറുണ്ട് പലപ്പോഴും. പക്ഷേ ഈശോ നമ്മളോട് പറയാണ്, എനിക്ക് നിന്നെ അറിയുകയില്ല എന്ന് പറയുന്ന ഒരു വചനം നമുക്ക് കേട്ടിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 22-ഉം 23-ഉം തിരുവചനങ്ങളാണ്. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അതായത് ഞങ്ങൾ നിൻ്റെ നാമത്തിലാണ് ജീവിച്ചത്, നിൻ്റെ നാമത്തിലാണ് പ്രവർത്തിച്ചത്, നിൻ്റെ നാമത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്, ഞങ്ങൾ കുറേ ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അതായത് നിങ്ങളുടെ ഹൃദയത്തിൽ എനിക്ക് പൂർണ്ണമായൊരു സ്ഥാനം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈശോ അവരെ വിളിക്കുന്നത് അനീതി പ്രവർത്തിക്കുന്നവരെ എന്നാണ്. അതായത് ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്തവർ എന്നർത്ഥത്തിലാണ് ഈശോ അത് പറയുന്നത്. നിങ്ങൾ എൻ്റെ നാമത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ ഹൃദയം എൻ്റെ ഹൃദയത്തിലല്ല, നിങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒത്തിരി ദൂരെയാണ്. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ഈ ഒരു ആരോപണം നമുക്കെതിരെ വരാൻ സാധ്യതയുള്ള ഒരാരോപണമാണ്. കാരണം നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈശോയുടെ നാമത്തിലാണ്. പക്ഷേ നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ദൂരെയാണോ എന്ന് പരിശോധിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ഈ ദിവ്യകാരുണ്യ ശോഭയിൽ എന്ന ഈ ശുശ്രൂഷ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈശോയുമായി ആഴത്തിൽ ബന്ധമുള്ളവരായി തീരുക എന്നതാണ് രക്ഷയുടെ മാനദണ്ഡം. രക്ഷയുടെ മാനദണ്ഡം ഈശോയുമായി ഹൃദയം അടുപ്പമുള്ളവരായി തീരുക. കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞാൽ ഈശോയുമായി ഹൃദയ കൈമാറ്റം നടത്തിയവരായി മാറുക. എൻ്റെ ഹൃദയം ഈശോയ്ക്ക്, ഈശോയുടെ ഹൃദയം എനിക്ക് എന്ന് പറഞ്ഞതുപോലെ, പറയാൻ പറ്റുന്നത് പോലെ അമ്മ ത്രേസ്യ തൻ്റെ ഹൃദയം ഈശോയ്ക്ക് കൊടുക്കുകയും ഈശോയുടെ ഹൃദയം അമ്മ ത്രേസ്യ സ്വീകരിക്കുകയും ചെയ്ത ചരിത്രമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ മറിയം ത്രേസ്യയുടെ ജീവിതത്തിൽ ഈ ഹൃദയ കൈമാറ്റത്തിൻ്റെ ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായതായി നമ്മൾ വായിച്ചിട്ടുണ്ട്. വിശുദ്ധ കാതറിൻ ഓഫ് സിയന്നയുടെ ജീവിതത്തിൽ ഈശോയുടെ ഈ ഹൃദയ കൈമാറ്റം, ഈശോയുമായി ഹൃദയ കൈമാറ്റം നടത്തിയതിൻ്റെ സംഭവങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്, ഹൃദയ കൈമാറ്റത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ഈശോ ഈശോയെ പോലെ ആയാൽ മതി, എനിക്കായാൽ മതി. 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 വേണ്ടേ വേണ്ടേ വേറൊന്നും വേണ്ടേ, ഈശോയെ പോലെ എനിക്കായാൽ മതി. വേണ്ടേ വേണ്ടേ വേറൊന്നും വേണ്ടേ, ഈശോയെ പോലെ എനിക്കായാൽ മതി. വേണ്ടേ വേണ്ടേ വേറൊന്നും വേണ്ടേ, ഈശോയെ പോലെ എനിക്കായാൽ മതി. വേണ്ടേ വേണ്ടേ വേറൊന്നും വേണ്ടേ, ഈശോയെ പോലെ
ഈശോ ഈശോ ഈശോയെ പോലെ ആയാൽ മതി, എനിക്കായാൽ മതി. ഈശോ ഈശോ ഈശോയെ പോലെ ആയാൽ മതി, എനിക്കായാൽ മതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തൻ്റെ ഹൃദയം എനിക്കായി തുറന്നവനേ, ഹല്ലേലൂയ. എൻ്റെ ഹൃദയം ഏറ്റെടുക്കുന്നവനേ, ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തെ നിന്റെ ഹൃദയമാക്കി മാറ്റണമേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തെ നിന്റെ ഹൃദയം പോലെ ആക്കണമേ, ഹല്ലേലൂയ. എൻ്റെ ചിന്തകളെ നിന്റെ ചിന്തയാക്കണമേ, എൻ്റെ ഹൃദയത്തെ നിന്റെ ഹൃദയമാക്കണമേ, എൻ്റെ വാക്കുകളെ നിന്റെ വചനങ്ങളാക്കണമേ, ഹല്ലേലൂയ. നീ എന്നിൽ വാഴുകയും വസിക്കുകയും ചെയ്യണമേ, നീ എന്നെ നയിക്കണമേ, ഹല്ലേലൂയ. അനേകം മക്കളെ കർത്താവ് തൊടുന്ന അത്ഭുതകരമായ അതിശയകരമായ ഒരു സമയമാണിത്. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് ദിവ്യകാരുണ്യ മുഖശോഭ ഇതാ കടന്നു വരുന്നൊരനുഭവം. ഹല്ലേലൂയ. ഈശോയുടെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശകിരണങ്ങൾ എൻ്റെ ഹൃദയത്തിലുള്ള ഇരുട്ടുമാറ്റുകയും എൻ്റെ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യും. നമ്മൾ ഈശോയെ പോലെ ആയിത്തീരുക എന്നതാണ് പ്രിയപ്പെട്ടവർ രക്ഷ എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ആയിത്തീരുന്നതാണ് ക്രിസ്ത്യൻ കോപ്പെന്ന് പറയുന്നത്, അതാണ് രക്ഷ എന്ന് പറയുന്നത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ ആരാധന 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 ആരാധന. നമുക്ക് മുട്ടുകുത്തി നമുക്ക് വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടി ഈ ആശീർവാദം സ്വീകരിക്കാം. നമ്മെ ഈശോയെ പോലെ ആക്കി തീർക്കുന്ന ഒരു ആശീർവാദമാണിത്. നമ്മൾ ഈശോയോട് പറയാണ്, ഈശോയെ നിന്നെപ്പോലെ ആയി തീർന്നാൽ മതി, എനിക്ക് ഈ ലോകത്തിലുള്ള വേറൊന്നും വേണ്ട. 73-ാം സങ്കീർത്തനം 25-ാമത്തെ തിരുവചനം എങ്ങനെയാണ്? കർത്താവേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരാണുള്ളത്? ഈ ഭൂമിയിലും അങ്ങയല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈശോയെ നിന്നെപ്പോലെ ആവുക എന്നതൊഴികെ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. നീ എന്നിൽ ജീവിക്കണമേ, എനിക്ക് നീയായി തീർന്നാൽ മതി, അത് മാത്രം മതി. നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള നമ്മുടെ ആഗ്രഹം അതാണ്. എല്ലാവരും ഈശോയെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കാം. രോഗികളായിട്ടുള്ളവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മരണാസന്നരായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വാസം നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാനസികാരോഗ്യം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെയും കൈക്കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥികളെയും യുവതി യുവാക്കളെയും ജോലി അന്വേഷിക്കുന്നവരെയും വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കും ധാരാളം ദൈവവിളി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ അറിയാത്ത എല്ലാവരും ഈശോ അറിയുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യ ശുശ്രൂഷകൾ നിശക്തമായ രീതിയിൽ ഈ കാലഘട്ടത്തിൽ നടക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാ മനുഷ്യരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് ഈശോയേന്ന് ഉറക്കെ വിളിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഈശോയേ 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 ഈശോയേ
സാധിക്കുന്നവരൊക്കെ ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.